പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, ആൾക്കാരെ, എല്ലാവരെയും ഞാൻ ഈ കാര്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതായത് മധുരം വയ്പ കൊണ്ടൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത്ര പരിചയമില്ല. ഞങ്ങൾ അച്ഛന്മാരെ കാണാൻ പോയായിരുന്നു. അച്ഛന്മാർ പറഞ്ഞു ആ വീട്ടിൽ വരുന്ന നമ്മൾ പ്രാർത്ഥന എടുത്ത പതിവ് നിർത്തലാക്കാൻ പോകണം. അതുകൊണ്ട് നിങ്ങളതിൻ്റെ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കാനായിട്ട് വിവരിക്കണം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തിൽ ഈ ദിവസത്തിൽ മരീനയും ബ്രയനെയും പ്രത്യേകമായി ദോഷമുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം നല്ല മധുരമുള്ളതായിട്ട് വരുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. ചെറിയ പ്രാർത്ഥന, മധുരം വെപ്പ് പ്രാർത്ഥന. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഈ മധുരം വെപ്പിൻ്റെ സമയത്ത് നിന്റെ സന്നിധിയിൽ നന്ദിയോടെ നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഇനി വരുന്ന ദിനങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സ്നേഹത്തിലും ഐക്യത്തിലും നയിക്കുകയും ചെയ്യണമേ. ഈ മധുരം പോലെ ഞങ്ങളുടെ ജീവിതവും മധുരപൂർണ്ണമാകട്ടെ. പ്രത്യേകിച്ച് ബ്രയൻ്റെയും മരീനയുടെയും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കാൻ കൃപ നൽകണമേ. ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ നിന്നൊരു വായനയാണ് 1 കൊരിന്ത്യർ 13:4-7. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നു, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. മധുരം വയ്ക്കുന്ന ഈ സുന്ദരമായ നിമിഷം ഒരു ആചാരം മാത്രമല്ല, ഒരു ആഴത്തിലുള്ള സന്ദേശമാണ്. മധുരം എന്നത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ഈ മധുരം പോലെ തന്നെ ജീവിതവും എപ്പോഴും മധുരമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കയ്പും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകും. എന്നാൽ സ്നേഹവും സഹനവും വിശ്വാസവും ഉണ്ടെങ്കിൽ അവയെല്ലാം മധുരമായി മാറ്റാൻ കഴിയുന്നു. ദൈവം നമ്മെ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈ ബന്ധം മരീനയുടെയും ബ്രയൻ്റെയും പരസ്പര ബഹുമാനത്തിലും കരുതലിലും വളരട്ടെ. സുഖത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് നിൽക്കാനുള്ള ശക്തി ദൈവം പ്രദാനം ചെയ്യട്ടെ. ഈ മധുരം വെപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം മധുരമാകുന്നത് സ്നേഹത്തിലൂടെയും ദൈവ സാന്നിധ്യത്തിലൂടെയും ആണെന്നുള്ള സത്യമാണ്. സ്വർഗസ്നായയുടെ പിതാവേ, നാമം പൂജിതമാകണമേ, രാജ്യം വരണമേ, ദിവസത്തിലെ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ ഇടിക്കപ്പെട്ടവളാകുന്നു. ഇടിക്കപ്പെട്ടവനാകുന്നു. സ്തുതി. പ്രതിനിമിഷം മതമൂലമായിട്ട് ബ്രയനും പരിഗണിക്കുന്നതിൽ പ്രാർത്ഥിക്കാം.
തീയായെന്നുള്ളിൽ നീ പടരുന്നു മായാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാൻ നമുക്കായി നാം ഒരുക്കും വെണ്ണിലാകെ വാ എന്നുയരുമല്ലേ നമ്മളിന പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ തമ്മിലറിയുന്നേ വാക്കു തിരയാതെ കണ്ണുകളും ഒരു ചെറുചിരിയാൽ ഇന്നു മിണ്ടുന്നേ കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേവാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകേവാ പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ